സംഭവം ഞാൻ പറയാം. കുട്ടി കുറച്ചു നാളായില്ലേ ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ സ്ഥലത്തെ പൂവാലന്മാരൊക്കെ ഒന്ന് ഇളകിരി. അയ്യോ, അങ്ങനെയൊന്നും അല്ലെന്നേ. ഞാൻ പറയട്ടെ, അതിൽ കുറച്ചുപേർ ചേർന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും സംഭവം നേരി കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവുമായിരുന്നില്ല. ഐ എം വെരി ഷുവർ ദേ ട്രൈ ടു കിൽ മീ. എന്തിന്? അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എന്തിനും ഒരു ലോജിക്ക് വേണമല്ലോ. ജനുവിന്റെ മരണത്തെ പറ്റി ഞാൻ കൊടുത്ത റിപ്പോർട്ട് പത്രത്തിലിടാത്തതിന് എന്താണ് ലോജിക്? ജനുവിന്റെ അനിയത്തിയാണല്ലോ അത്. ഇതേതാ സ്ഥലം? ഇത് ആർ.കെ. നമ്പ്യാരുടെ ഗസ്റ്റ് ഹൗസ് ആണല്ലോ. ഇവൾക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ആരെങ്കിലും താമസമുണ്ടോ? അറിയില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണിതെന്ന് കേട്ടിട്ടുണ്ട്. പകലൊന്നും ഇവിടെ ആരെയും കാണാറില്ല. പക്ഷെ രാത്രി പലപ്പോഴും ഒരുപാട് കാറുകൾ കാണാം. ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ആ വണ്ടി നിൽക്കുന്നേ. എവിടെ പോയ രാത്രിയില്? എവിടൊക്കെയാണെന്ന് പറ. പരോളിലിറങ്ങിയ പ്രതിയാ. ഉത്തരവാദിത്തം എനിക്കാണ്. അങ്ങനെ ഒറ്റക്ക് കറങ്ങി നടക്കൊന്നും വേണ്ട, ഞാനും കൂടെ വരാം. വക്കീൽ വന്നാൽ ശരിയാവില്ല. വക്കീൽ വന്നാൽ ശരിയാവും. വന്ന് തൊലക്കേ. ഇനി പറ, നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? എവിടേക്കാണെന്ന് അവിടെ എത്തുമ്പോ മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വക്കീലിനോടും ഡോക്ടറോടും ഒന്നും ഒളിക്കാൻ പാടില്ല. ഒന്നും ഒളിക്കാനില്ല, ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇവിടത്തെ ചില വമ്പന്മാരുടെ ഒരു സങ്കേതം ഉണ്ടല്ലോ, ആർ.കെ. നമ്പ്യാരുടെ ഗസ്റ്റ് ഹൗസ്. അവിടെ രാത്രി കാലങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണം. ആഹാ, നിർത്തു വണ്ടി. വണ്ടി നിർത്താൻ. വണ്ടി തിരികെ. എനിക്ക് പോണം. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വണ്ടി തിരിക്കുന്നതാണ് നല്ലത്. ജീവനിൽ കൊതിയില്ല. എനിക്ക് സ്വല്പം കൊതിയുണ്ട്. എന്നാലേ കൊതി തീരുന്നവരെ വക്കീൽ ഇവിടെ നിൽക്ക്. ഞാനിപ്പോ വരാം. വേഗം വരണം, ഞാനിവിടെ തന്നെ നിൽക്കും. सब ठीक है जी। ആ കൂട്ടിട്ട് വരാൻ പറയും. നിന്റെ പേരെന്താ? സെലീന. ആ, ഇന്ന് മുതൽ നീ സെലീനയല്ല, ഡെയ്സി. ഡെയ്സി മാത്യൂസ്. പാസ്പോർട്ടിലും അതായിരിക്കും പേര്. കാര്യങ്ങളൊക്കെ സ്റ്റാൻലി പറഞ്ഞിട്ടില്ലേ? അനുസരണക്കേട് കാണിക്കരുത്. ഇല്ല.
മുറി പോയിരുന്നോളൂ. കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ല. പറയേണ്ട വിധത്തിൽ പറഞ്ഞെങ്കിലേ മിനിസ്റ്റർക്ക് മനസ്സിലാവൂ. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. സീൽ ചെയ്ത കവറുകളിലാണ് ടെൻഡറിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ കളക്ടർ ആണെങ്കിൽ ഒരു പിടിവാശിക്കാരനും. സീൽ ചെയ്ത കവറുകളിലെ ടെൻഡറുകൾ മാറുന്നത് ഇതാദ്യമല്ലല്ലോ. കഴിഞ്ഞ തവണ പാലത്തിന്റെ പണിയിലുള്ള പരാതി കേട്ടിട്ടാ മന്ത്രിക്ക് പേടി. അതിന് പേടിക്കുന്നതിനാ? നമ്മുടെ പേരിലല്ലോ കോൺട്രാക്ട്. കോൺട്രാക്ട് ഉള്ള ആൾക്ക് മന്ത്രിയുമായി പരിചയം പോലും ഇല്ല. അതല്ല, നമ്മൾ തമ്മിലുള്ള അടുപ്പം പല ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. ഞാൻ ആരാ? വോട്ടവകാശം പോലും ഇല്ലാത്ത വെറും ഒരു IP ഹോൾഡർ. സ്വന്തമായി 1 സെന്റ് ഭൂമി പോലും ഇല്ലെന്ന് കോടതി വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു ഒറ്റ ബലത്തിലാണ് ഞാൻ കളിക്കുന്നത്. ഞാനും നിങ്ങളുമായി ബന്ധമുണ്ടെന്ന് ലോകം മുഴുവൻ അറിഞ്ഞാലും നമുക്കെതിരെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കാരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങളത് ചെയ്തേ പറ്റൂ. എന്നാലും ഇത്രയധികം തുകയുടെ എത്ര തുകയായാലും എന്താ? നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ. ഖജനാവിലെ പണം എന്ന് വെച്ചാൽ സർക്കാരിന്റെ പണം, അതായത് ജനങ്ങളുടെ പണം. ഞാനും ജനത്തിൽപ്പെട്ടതാ. ലക്ഷങ്ങൾ മുടക്കി ഒരു പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്നത് പുണ്യം നേടാനൊന്നുമല്ല. നിങ്ങൾക്ക് മാർഗടസം ഉണ്ടാക്കുന്നവൻ ആരാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ചാലേ വാ. ആരാ? ഒന്നുമില്ല, ആരെ കാണാനാ നിൽക്കുന്നത്? വെറുതെ. ഈ അസമയത്ത് ഞങ്ങളുടെ ഗേറ്റ് വന്ന് നിൽക്കുന്നത് എന്തിനാന്ന് ചോദിച്ചത്. നിങ്ങളുടെ ഗേറ്റാണെന്ന് അറിഞ്ഞില്ല. താൻ ആരാടോ? എടോ പോടോ എന്നുള്ള വിളിയൊന്നും വേണ്ട. നിയമമൊക്കെ അറിയാവുന്ന ആള് തന്നെ ഞാൻ. നിങ്ങളുടെ ഗേറ്റിൽ നിൽക്കുന്നില്ല. റോഡിൽ നിൽക്കാൻ ഒരാളുടെ അനുവാദം ആവശ്യമില്ലല്ലോ. ആരാള്? കുറെ നേരമല്ലോ അവിടെ നിൽക്കാൻ തുടങ്ങിട്ട്. ആരാണെന്ന് പറയുന്നില്ല രാജാ. കഴിഞ്ഞ ആഴ്ച തഹസിൽദാറുടെ വീട്ടിലെ കിടപ്പുമുറിയുടെ ജനാലക്കാട്ട് നീക്കി നോക്കിയവനെ പറ്റാണോ? വിടരുതവനെ. അത് ഞാനൊന്നുമല്ല. പിന്നെ ആരാന്ന് പറയണേ? നിക്കടാ അവിടെ. നിക്കാനാ പറഞ്ഞത്. ദാ, അവിടെ നിക്കാം. നിക്കടാ അവിടെ. ഇങ്ങോട്ടു. എവിടെ ഈ നേരത്ത്? ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിച്ചിട്ട് വരിക. സിനിമയോ? ഈ ഭാഗത്തോടെ തിയേറ്റർ ഉള്ളത്. കൗണ്ടർ ഫയൽ എടുക്ക്. സാർ സത്യം പറയാം, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ്? കൗണ്ടർ ഫയൽ എടുക്കടാ. സാർ എടാന്നൊന്നും വിളിക്കരുത്. അഡ്വക്കേറ്റ് PS നെന്മാറാന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. ആദ്യം നീ സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞു. ഇപ്പൊ നീ അഡ്വക്കേറ്റ് ആണെന്ന് പറയണം. ശരിക്കുള്ള സത്യം സ്റ്റേഷനിൽ കൊണ്ടേ പറയിപ്പിക്കണം. നടക്കണം. ഓ, നീ വന്നു അല്ലേ? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്ത് പ്രാർത്ഥന? എന്നെ തനിച്ചാക്കല്ലേ, കുഞ്ഞിക്കണ്ണനെ വേഗം വരുത്തണേന്ന് ദിവസത്തിൽ 3 നേരം പ്രാർത്ഥിക്കായിരുന്നു. അതൊരു ചതിയായിപ്പോയി. വെറുതെ അല്ല എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നത്. ഇങ്ങോട്ട് ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോ വലിയ വക്കീൽ എന്നെ തല്ലി. ആ കൊലപ്പുള്ളി എന്നെ കൊന്നാലോ എന്ന് ചോദിച്ചപ്പോ പറയാ, നീ ചത്ത നിന്റെ ശേഷക്രിയ ഞാൻ ഭംഗിയായി നടത്തിക്കോളാ കുഞ്ഞിക്കണ്ണാന്ന്. അതൊരു വലിയ കാര്യം തന്നെ കുഞ്ഞിക്കണ്ണ. ആ ഒന്നും മിണ്ടാതെയും പറയാതെ എങ്ങോട്ടാ പോയത്? ഉച്ചിപ്പുറത്ത് നാണുമ്മാന്റെ ചാത്തം. പോകുന്ന വഴിക്ക് തോണി മറിഞ്ഞു, വരുന്ന വഴിക്ക് ബസ് അപകടം. ബാക്കിയുള്ളവന്റെ തലവിധി എന്നല്ലാണ്ട് എന്ത് പറയാൻ. വാ. വക്കീലേ, വക്കീലേ. വക്കീലിനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. അയ്യോ, കാണാനില്ലെന്നോ? നിങ്ങൾ അറിയണ്ട അങ്ങനെ എവിടെ പോവാൻ. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുമിച്ച് പുറത്തിറങ്ങിയതാ. തിരിച്ചു വന്നപ്പോ വക്കീലിനെ കാണാനില്ല. ഈശ്വര, വക്കീലിനെ തട്ടിക്കഴിഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ.